ക്ഷീണം തോന്നുന്നോ? സൂക്ഷിക്കൂ. എപ്പോഴും ക്ഷീണമെന്ന് പരാതിപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇത് അത്ര കാര്യമാക്കി ആരും എടുക്കാറുമില്ല. എന്നാൽ ക്ഷീണം അത്ര നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. കാരണം അമിത ക്ഷീണം അസുഖമാണെന്ന് പറയാം. പല അസുഖങ്ങളുടെയും പ്രാരംഭ ലക്ഷണം. ക്ഷീണം എങ്ങനെയാണ് അസുഖ ലക്ഷണമാകുന്നതെന്നറിയോ? തൈറോയിഡ് പ്രശ്നങ്ങൾ ക്ഷീണം വരുത്തിവെക്കാം. ഹൈപ്പോ തൈറോയിഡ്, ഹൈപ്പർ തൈറോയിഡ് എന്നിങ്ങനെയുള്ള 2 തരം തൈറോയിഡുകൾക്കും ക്ഷീണമുണ്ടാകുന്നു. ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും തളർച്ച തോന്നാം. ഹൃദയവാൽവിനെ ബാധിക്കുന്ന മിട്രൽ വാൽവ് പ്രൊലാപ്സ് സിൻഡ്രോം അമിത ക്ഷീണം തോന്നിക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി കുറയുമ്പോൾ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇതും ക്ഷീണത്തിന് ഇടവരുത്തും. രക്തത്തിൽ ഹീമോഗ്ലോബിൻ അളവ് കുറയുമ്പോൾ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടും. നിശ്ചിത അളവിലും കൂടുതൽ രക്തം ആർത്തവ സമയത്ത് നഷ്ടപ്പെടുന്നതും ക്ഷീണത്തിനുള്ള ഒരു കാരണം തന്നെയാണ്. ഇവ കൂടാതെ അർബുദം, പ്രമേഹം, അമിതവണ്ണം എന്നിവയും ക്ഷീണത്തിന് ഇടവരുത്തുന്ന രോഗങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ, അതായത് രോഗങ്ങളോ കഠിന ജോലികളോ ഇല്ലാതെ ക്ഷീണം തോന്നുന്നവരുണ്ട്. ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്ന ഒരു അവസ്ഥയാണിത്. ഇതിന് കാരണം ഡിപ്രഷൻ, ടെൻഷൻ തുടങ്ങിയ അവസ്ഥകൾ ആകാം. വിട്ടുമാറാത്ത തലവേദന, തൊണ്ടവേദന, മസിൽ വേദന, ഉറങ്ങിയാലും മാറാത്ത ക്ഷീണം, നെഞ്ചുവേദന, വിട്ടുമാറാത്ത ചുമ, രാത്രി അമിതമായി വിയർക്കുക എന്നിവ ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം ലക്ഷണങ്ങളാണ്.